ഇതിന്റെ ഒരു പ്രശ്നം, ഇതിനാകെപ്പാടെ ഈ ടാറ്റയുടെ സംബന്ധിച്ച് എനിക്ക് ആകെ തോന്നിയ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സർവീസ് പ്രശ്നമില്ല. പക്ഷെ ചാനലിന്റെ യൂട്യൂബ് ചാനൽ എന്ത് വരുന്നു? റെവ് ലിമിറ്റ്സ് എന്ന ചാനൽ. റെവ് ലിമിറ്റ്സ്, REVLIMITS. 25,000 ഓടിയിട്ടുണ്ടല്ലേ? ഒരു വർഷം ആവുന്നേ ഉള്ളൂ. ഒരു വർഷം കൊണ്ട് 25,000. ഒന്നര ഡീസൽ പോലും ഓടിച്ചല്ലോ. സാധാ വണ്ടിയാണ് 2,50,000 രൂപയാവും. പെട്രോൾ അത്രയും പെട്രോൾ വണ്ടിയാണ്. അത് ഒരു രൂപ പോലും ആയില്ല. അല്ലെന്നുണ്ടെങ്കിൽ 8 രൂപ വെച്ചെങ്കിലും ആവത്തില്ല മിനിമം. 8 രൂപ വെച്ചെങ്കിലും ആവും. അന്നേരം തന്നെ 2 ലക്ഷം രൂപ ആവത്തില്ല. ഇപ്പൊ സോളാർ ഉണ്ടോ? സോളാർ ഉണ്ട്, അതുകൊണ്ട് 1 രൂപ ആവത്തില്ല. അല്ലാതെ ഒരാൾക്കാണെങ്കിലോ ഇപ്പൊ ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് വെച്ച് 4,000 രൂപ ഒക്കെ ഒരു മാസം വരുമായിരുന്നു. ഏതാണ്ട് 8,000 രൂപ വരുമായിരുന്നു. 8,000 രൂപ 9,000 രൂപ വരും. പക്ഷെ അന്നേരം നമ്മൾ ഇതേണക്ക് ഓടിക്കത്തില്ല, കുറച്ചുകൂടെ പിടിച്ചല്ലേ ഓടിക്കത്തുള്ളൂ. ശരി. 9,000 രൂപ അത് ഡെയിലി എല്ലാ ദിവസവും ചാർജ് ചെയ്യുന്നതിനാണോ? എല്ലാ ദിവസവും ചാർജ് ചെയ്തിട്ട് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ഏതാണ്ട് 9,000 രൂപ ഒരു 2 മാസം കൂടെ വരും. അത് മൊത്തത്തിൽ വീടിന്റെ മൊത്തം കറണ്ട് ബില്ലാണ് ചേർത്ത് നമുക്കിത് മാത്രമായിട്ട് അറിയാൻ മാർഗമില്ലല്ലോ. ഇതിപ്പം ഏത് വർഷത്തെ? 23 കഴിഞ്ഞ വർഷം 22 അല്ല 23 ഇതേ സമയം ഓഗസ്റ്റ് 23 അന്ന് എടുത്തപ്പോ എത്ര രൂപ? 14,000. ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ശരി. ഇതിന് മറ്റേ ടാക്സ് ബെനിഫിറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അന്ന്? ടാക്സ് ബെനിഫിറ്റ് ഒന്നുമില്ല. കേരള ഗവൺമെന്റ് ഒരു ടാക്സ് ബെനിഫിറ്റും നമ്മുടെ ഇതിന് EVക്ക് കൊടുക്കുന്നില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ നമുക്ക് ഇതായിട്ടുള്ള ടാക്സ് ഇൻകം ടാക്സ് ഉണ്ടല്ലോ. ഇൻകം ടാക്സിൽ നമ്മുടെ ഇതിന്റെ ലോൺ പോലെ, നമ്മുടെ ഹോം ലോൺ പോലെ ഇതിനകത്ത് ഫ്രണ്ടിൽ നമുക്ക് കുറയ്ക്കാം അതിന്റെ പലിശ. ശരി. എനിക്കിപ്പോ തന്നെ ഹോം ലോണിൽ ഭയങ്കര വ്യത്യാസം വന്നത്. ഞാൻ കുറെ ആദ്യം 10 രൂപയോടെ എടുത്തായിരുന്നു ബാങ്കിൽ നിന്ന്. അതില് 3 ലക്ഷം രൂപ തിരിച്ചടച്ചിപ്പോ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പലിശ ഇനത്തിൽ നല്ല പലിശ എത്രത്തോളം ചെയ്തോ ആ പൈസ മൊത്തം നമുക്ക് ഇൻകം ടാക്സിന് ഫ്രണ്ടിൽ കുറയ്ക്കാം, ഇതായിട്ട് കുറയ്ക്കാം. ഹൗസിംഗ് ലോൺ പോലെ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓടിക്കുന്നതനുസരിച്ചാണ് ഇതിന്റെ ഈ ചാർജ് ഇങ്ങേപ്പുറത്ത് ഇടത്ത ഇത് എഴുതാണ്ടോ, റീജൻ മാത്രമല്ല, റീജൻ ഇട്ടിട്ട് ഓടിച്ചാലും ഇല്ലെങ്കിലും അത് 2 എണ്ണത്തിൽ കൂടുതൽ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങേപ്പുറത്തെ അതിന് RPM എന്നല്ലേ പറയുന്നത്, ഇടത്തുവശത്ത് RPM, അത് 2 എണ്ണത്തിൽ കൂടുതൽ മേലോട്ട് പോയി കഴിഞ്ഞാൽ ചാർജ് കത്തിപ്പോകും, പെട്ടെന്ന് കുറയും. പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് കൊട്ടാരിക്കര 22 കിലോമീറ്റർ, അത് 7% കൊണ്ട് ഞാൻ ഓടിച്ചു പോയിട്ടുണ്ട് തിരിച്ചു പോകുമ്പോൾ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ 15%, 18% ആയിട്ടുണ്ട്. ഈ ഇടത്തുവശത്തെ ഇത്, അതായത് ഈ പറഞ്ഞ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ പേര് RPM കൂടുന്നതുകൊണ്ടാണ്. റീജൻ ഇട്ട് ഓടിക്കുവാണെങ്കിൽ റീജൻ അതിട്ട് ഓടിക്കുവാണെങ്കിൽ തിരിച്ചു വരും. അതെന്ന് പറയുന്നത് പക്ഷെ ഇറക്കം ഇറങ്ങുമ്പോഴും പിന്നെ നല്ല ട്രാഫിക്കിലും അത് ബെനിഫിറ്റ് ചെയ്തു. പിന്നെ പെട്ടെന്ന് പുള്ളിക്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ RPM കൂടുകയും ചാർജ് കുറയും. സ്പോർട്സ് ഇട്ടാലും മറ്റേതേപോലെ പെട്ടെന്ന് ചാർജ് ചെയ്യില്ല. ഇതിന് ഒരു ഫുൾ ചാർജിൽ എത്ര കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്? ഫുൾ ചാർജിൽ ഞാനൊരു അങ്ങനെ നമ്മൾ തീർക്കത്തില്ലല്ലോ. ഏകദേശം നമുക്ക് ഒരു ലോങ് പോകണമെങ്കിൽ നമ്മൾ ഇതേ കണക്ക് ഓടിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് 250 കിലോമീറ്റർ കിട്ടും. 250 സംശയം വേണ്ട. കാരണം ഞാൻ ഈ പറഞ്ഞ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയപ്പോഴത്തേക്ക് ഞാൻ ചാർജ് ഇവിടുന്ന് ഓഫീസിൽ നിന്നിട്ടാണെങ്കിൽ പോകണമെന്നുണ്ടെങ്കിലേ പുറത്തോട്ടൊക്കെ പോയിട്ട് ചിലപ്പോൾ ചാർജ് കുറയും. അപ്പോൾ ഞാൻ തൊട്ട് താഴെ നമ്മുടെ ഇവിടെ തന്നെ പിടവൂര് തന്നെ ഓഫീസിനോട് ചേർന്ന് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, SK ടയർസ്, അവിടെ കൊണ്ട് ചാർജ് ചെയ്യും. അപ്പോൾ അന്ന് എന്തോ ചാർജ് ചെയ്യുന്നപ്പോൾ അവിടെ ഫുള്ളായിരുന്നു. പിന്നെ ഞാൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ
ഈ ഇഞ്ചവിള എന്ന് പറയുന്ന കൊട്ടാരയ്ക്ക് പോകുന്ന റൂട്ടിലുണ്ട്, അവിടെയും ചാർജ് ചെയ്യുമായിരുന്നു. പക്ഷെ അന്ന് രണ്ടിടത്തും തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ഓടിച്ചങ്ങ് പോയി. 18% ഉണ്ടാകും. 10% ആകുമ്പോൾ ബി പി ചെയ്ത് തുടങ്ങും. പക്ഷെ ഈ 8% കൊണ്ട് തന്നെ ഞാൻ വീടെത്തി, കൊട്ടാരക്കരയിൽ വീടെത്തി. എന്ന് വെച്ചാൽ അത്രയും നമ്മൾ സൂക്ഷിച്ച് ഓടിച്ചാൽ മതി. സ്പീഡ് കുറയത്തൊന്നുമില്ല അന്നേരം. സ്പീഡൊക്കെ അതേ ഇതിൽ നിൽക്കും. സ്പീഡൊക്കെ നിൽക്കും, പക്ഷെ പെട്ടെന്ന് സ്പീഡ് ആവത്തില്ല. പിക്കപ്പ് കൂടുമ്പോഴാണ് ഈ RPM കയറി പോകുന്നത്. കയറ്റം കയറുന്നതിന് പ്രശ്നം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല. കയറ്റം കയറുമ്പോൾ നമ്മൾ സ്റ്റഡി, ഇതിന്റെ പ്രത്യേകത്തിലേ ആക്സിലേറ്റർ സ്റ്റഡി ആയിട്ട് വെക്കാതെ ഒന്ന് കൊടുത്ത് ഒരു ഇതാക്കിയിട്ട് കാലിഞ്ഞെടുക്കണം ആക്സിലേറ്റർ. പിന്നെ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോയാൽ ആ സ്പീഡ് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുന്നത് ഭയങ്കരമായിട്ട് ചാർജ് കിട്ടും, നല്ല മൈലേജ് കിട്ടും. പിന്നെ അല്ലാതെ എന്തെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇതിന്റെ ഒരു പ്രശ്നം, ഇതിനാകെപ്പാടെ ഈ ടാറ്റയെ സംബന്ധിച്ച് എനിക്ക് ആകെ തോന്നിയ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സർവീസ് പ്രശ്നമില്ല. പക്ഷെ എന്തെങ്കിലും ചെറിയ ഫാൾട്ട് വന്നാൽ, അതായത് ഇതിനെന്തെങ്കിലും ഇതിന്റെ ബാക്കിൽ ആദ്യം എനിക്ക് മേടിച്ചപ്പോഴത്തേക്ക് ബാക്കിൽ കുലുക്കം ഉണ്ടായിരുന്നു. ബാക്ക് ഷോക്ക് അബ്സോർബറിന്റെ പ്രോബ്ലം ആണെന്ന് അവർ പറഞ്ഞു. പക്ഷെ അത് മാറ്റിയിടണമെങ്കിൽ അവർക്ക് അവിടെ സാധനം വേണം, പൂനെന്ന് കണ്ട് സാധനം വേണം. അത് ഒരുപാട് താമസമുണ്ട്, ഇവിടെ ഒന്നുമില്ല. പിന്നെ അതേപോലെ എന്തെങ്കിലും തട്ടിയാണ് ചെയ്താലേ നമ്മൾ ആകെപ്പാട് ബോഡി വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നിലമേലും മറ്റേ ഭരണിക്കാവിലും ഉള്ളൂ. ഇതിലേതെങ്കിലും ഒരിടത്ത് കൊണ്ടുവിട്ടേക്ക്. ഇപ്പോഴും കൊല്ലത്ത് വരുന്നെന്ന് പറയുന്നു, പക്ഷെ കൊല്ലത്തായില്ല. അപ്പൊ ഇവിടെ കൊണ്ടിട്ടിട്ട് നമ്മള് ഒരാഴ്ചയെ കൂടുതൽ സമയം കുറഞ്ഞ ഒരാഴ്ച എടുക്കും. പിന്നെ ഞാനങ്ങനെയൊക്കെ ചെറിയ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് പുറത്ത് എത്തിയുള്ളൂ. കാരണം വെച്ചാല് ഈ ഒരാഴ്ച കൊണ്ട് ഇത്രയും വരുമ്പോഴേ, ഒരാഴ്ച ഡിലേ വരുമ്പോഴേ നമുക്ക് ഈ ഇത്ര ദിവസം ഓടിക്കുമ്പം പൈസ എത്രയും പോകത്തില്ലേ. സ്പോർട്സിൽ നല്ല പുള്ളിങ് ഉണ്ട്. സ്പോർട്സിനെ ഇടത്തേ ഇല്ല, കാരണം നമ്മളെ കൈ ഇല്ലാത്തതുകൊണ്ട് നല്ല പവർ കയറുന്നുണ്ട് പെട്ടെന്ന് തന്നെ. ഭയങ്കര ബ്രേക്കാ അതിന്റെ. നമ്മളൊന്ന് ചവിട്ട് ബാക്കിൽ നിൽക്കുന്നത് അറിയത്തില്ല, ബാക്കിൽ ബ്രേക്ക്. നമുക്ക് ആദ്യമായിരിക്കും ബ്രേക്ക് കുറവായിരിക്കും. നമ്മുടെ ഈ റൈറ്റിലെങ്കിലും ലെഫ്റ്റിലേക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ച് ഭയങ്കരമായിട്ട് നിൽക്കും. പക്ഷെ ക്ലച്ചിന്റെ എഫക്റ്റും ഉണ്ട് ഇതിന് ബ്രേക്കിനകത്ത്. ഇത് അടിക്കട്ടെ, 90 ആകുമ്പോ അടിക്കുന്നില്ല, 80 ആകുമ്പോ സാധനം ഇടാ അടിക്കുന്നതാണ്. മറ്റേ അവര് ബീപ്പ് ഇട്ട് കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു 120 മേളിലോട്ട്. കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു മറ്റേ ഇതിനകത്ത് ഇട്ടാലേ ഉള്ളൂ. ഡ്രൈവ് മോഡ് ഇട്ടിട്ട് 80 പുറത്ത് പോയി കണ്ടിന്യൂസ് അടിക്കും. ഓക്കെ, അങ്ങനെ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്? ഇനി EV തന്നെ ഭയങ്കരമായ സാമ്പത്തിക ലാഭമാണ് ഏറ്റവും പ്രധാനം. കാരണം ഞാൻ ഇത് എടുത്തിട്ട് 1 വർഷമായി. ഈ 1 വർഷം കൊണ്ട് എനിക്ക് ചെലവാകുന്ന പൈസ എന്ന് പറയുന്നത് 0 ആണ് എക്സ്പെൻസ്. പിന്നെ ഇതിന് മൊത്തത്തിൽ എനിക്ക് ആകപ്പാട് ചെലവായിട്ടുള്ളതെന്ന് പറയുന്നത് 1000 രൂപ ഒരു തവണ നമ്മൾ ഇൻഷുറൻസ് ചെറിയൊരു ക്ലെയിം ചെയ്തപ്പോൾ ഉണ്ടായ 1000 രൂപയും, അല്ലാതെ പിന്നെ ഇതിന്റെ വീൽ ബാലൻസിങ്ങും അലൈൻമെന്റിലൂടെ ചെലവായ ഒരു ചെറിയ 800,000 റേഞ്ചിൽ എല്ലാം കൂടെ 3000 രൂപയ്ക്കകത്ത് എല്ലാം കൂടെ. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. സാധാരണ പെട്രോൾ വണ്ടിക്ക് എന്ത് ചെലവാണ്. ഞാൻ ഈ സാൻഡ്ര കൊണ്ടുവിടുന്നതാണ്. അപ്പൊ ഒരു ദിവസം എനിക്ക് മിനിമം 800 രൂപ വേണം ഇവിടെ വരാൻ. ഇപ്പൊ അത് 0 ആന്ന് പറയുമ്പോഴേ മറ്റേത് 24,000 രൂപ 20,000 രൂപ മിനിമം ആകുമായിരുന്നു. ഒറ്റ അടിക്ക് അത് 0 ആയിട്ട് മാറും. സർവീസും കൂടെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ കൊള്ളാം. സർവീസ് വെച്ച് ഈ പറഞ്ഞ കണക്ക് ബോഡി വർക്കുകളും മറ്റും അത്യാവശ്യം വന്നു. റെഗുലർ സർവീസ് കുഴപ്പമൊന്നുമില്ല, അവര് തന്നെ എടുത്തോണ്ട് തിരിച്ചോണ്ട് തരും, രാവിലെ കൊണ്ട് വൈകിട്ട് കൊണ്ട് തരും. ശരി. എന്തെങ്കിലും ഇങ്ങനെ മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ ഇത് ലൈക്ക് ഇങ്ങനെ ടാറ്റ കുറെ പേര് പറയുന്നുണ്ട് ഇതേപോലെ അവർക്ക് ശരിയാക്കാൻ അറിയത്തില്ല എന്നുള്ളൊരു ഇതാണ്. അവര് അവിടെ കൊണ്ട് ചെന്ന് കഴിയും, പിന്നെ അവര് എല്ലാം റീപ്ലേസ് ചെയ്യുന്നത്. അതിന് സാധനങ്ങൾ അവർ അതിലില്ല. ശരി ശരി. അത് എവിടെന്നെങ്കിലും ഒക്കെ മേടിച്ചു കൊണ്ടുവരിക ചെയ്യുന്നത്. ഓക്കെ, അപ്പം താങ്ക് യു.